നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ കൂർക്കം വലിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കൂർക്കം വലിക്കുക അല്ലെങ്കിൽ സ്നോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ലോവർ ജോയും ടങ്ങും കൂടെ ബാക്കിലേക്ക് പോവുകയും അത് നമ്മുടെ എയർവേനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കൂർക്കം വലിക്കുന്നത്. കൂർക്കം വലിക്കുന്നവരെ നമുക്ക് രണ്ട് രീതിയിലേക്ക് തിരിക്കാം. ആദ്യത്തേത് പ്രൈമറി സ്നോറേഴ്സ്. ഇവർക്ക് സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓക്സിജൻ ഡിപ്രിവേഷനും ഉണ്ടാവില്ല. ഇവരുടെ ബോഡിയിലുള്ള ഓക്സിജൻ്റെ ലെവൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇത് റിലേറ്റീവ്ലി സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡറി സ്നോറേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ ഓക്സിജൻ ഡിപ്രൈവ് ആവുകയും എയർവേ ഒബ്സ്ട്രക്ഷൻ സിവിയർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോകും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലേസി ഫീലിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡൗൺ ഫീലിംഗ്, നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആവുക, നമ്മുടെ മൗത്തൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. കൂടുതലും ഒബീസ് ആയിട്ടുള്ള ആളുകളാണ് ഇത് കാണാറുള്ളത്. കാരണം അവർക്ക് നെക്കിലുള്ള ഫാറ്റ് ടിഷ്യൂസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒബ്സ്ട്രക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഒരു സിവിയർ സ്ലീപ്പ് ആപ്നിയ ഉള്ളൊരു കേസിൽ നമുക്ക് CPAP മെഷീൻ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് യൂഷ്വലി ഒരു സ്ലീപ്പ് സ്റ്റഡിയൊക്കെ ചെയ്ത് ENTനെ റെഫർ ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള മെഷീൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിൽ ഡെന്റിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസസ് അവൈലബിൾ ആണ്. മാൻഡിബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ ജോയിനെ ബാക്കിലേക്ക് പോവാതെ മുന്നിലേക്ക് പിടിച്ച് നിർത്തുന്ന ടൈപ്പിലുള്ള അഡ്വാൻസ്മെൻറ്റ് അപ്ലയൻസസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ടങ്ങിനെയും ജോയിനെയും കൂടെ പ്രോപ്പറായിട്ട് പൊസിഷനിലേക്ക് നിർത്തുകയും അതുകൊണ്ട് തന്നെ ടങ് ബാക്കിലേക്ക് പോവാതെ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മൈൽഡ് ടു മോഡറേറ്റ് ടൈപ്പിലുള്ള സ്ലീപ്പ് ആപ്നിയാസ് ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും വേണ്ടി വരും കേട്ടോ. പക്ഷേ സിവിയർ സ്ലീപ്പ് ആപ്നിയ ഉള്ള കേസസിൽ നമുക്ക് CPAP യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അപ്ലയൻസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും.